നമസ്കാരം. തന്റെ മൂന്നാം ടൈമിന്റെ ആദ്യ 100 ദിവസങ്ങളിൽ പ്രതിപക്ഷം കടുത്ത രീതിയിൽ പരിഹസിച്ചുവെന്നും എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു അപമാനത്തിനും മറുപടി നൽകാത്തതിന് എന്താണ് കാരണമെന്നും വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവരുടെ അപമാനങ്ങൾക്ക് മറുപടി നൽകാനല്ല, മറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് താൻ വാഗ്ദാനം ചെയ്തതുപോലെ 100 ദിവസത്തേക്ക് സർക്കാരിന്റെ അജണ്ട പൂർത്തിയാക്കുമെന്ന് ഉറപ്പാക്കാനാണ് താൻ തീരുമാനിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച പറഞ്ഞു. അഹമ്മദാബാദിലെ GMDC ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞിരുന്നു, കഴിഞ്ഞ 100 ദിവസത്തിനുള്ളിൽ 15 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു. ഇന്ത്യയിലായാലും വിദേശത്തായാലും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താൻ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ അവഹേളനങ്ങൾക്കിടയിലും നയങ്ങൾ രൂപീകരിക്കുന്നതിലും പൊതുജനക്ഷേമത്തിനും രാജ്യ താൽപര്യത്തിനും വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുമായാണ് ഞാൻ ആദ്യ 100 ദിവസം നീക്കിവെച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ലക്ഷ്യമാക്കിയുള്ള നിഷേധാത്മകതയിൽ ചിലർ മുഴുകിയിരിക്കുകയാണ്. അവർ രാജ്യത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനാലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മൂന്നാം ടൈമിന്റെ ആദ്യ 100 ദിവസത്തിനുള്ളിൽ 15 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത്. മൊത്തത്തിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി 15 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾ സർക്കാർ ആസൂത്രണം ചെയ്യുന്നു. 2047ഓടെ രാജ്യം ഒരു വികസിത രാഷ്ട്രമാക്കാനുള്ള വിപുലമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാക്കിയത്. കഴിഞ്ഞ മാസം അവസാനം മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിൽ 76,000 കോടി രൂപയുടെ മെഗാ വദ്വാൻ തുറമുഖ പദ്ധതിയുടെയും മറ്റ് നിരവധി വികസന പദ്ധതികളുടെയും തറക്കല്ലിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു. മുംബൈയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ ദഹാനു നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വദ്വാൻ തുറമുഖം രാജ്യത്തെ ഏറ്റവും വലിയ ആഴക്കടലുകളിൽ ഒന്നായിരിക്കും. കേന്ദ്രത്തിന്റെ തുറമുഖ നേതൃത്വത്തിലുള്ള സാമ്പത്തിക സമീപനത്തിന് ഉത്തേജനം നൽകും. ഇത് മെഗാ തുറമുഖങ്ങളെ ഇന്ത്യയുടെ മൊത്തത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്നതായി ദൃശ്യവൽക്കരിക്കുന്നു. ആഭ്യന്തര ഉൽപ്പന്നം GDP ഇത് പൂർത്തിയാകുമ്പോൾ രാജ്യത്ത് 12 ലക്ഷം വരെ തൊഴിലവസരങ്ങളും 1 കോടിയോളം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൈവേകൾ, തുറമുഖങ്ങൾ, റെയിൽവേ, പവർ പ്ലാന്റുകൾ എന്നിവ ഉൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കായി 11.11 ലക്ഷം കോടി രൂപ കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി അടുത്ത 5 വർഷത്തേക്ക് ഈ പദ്ധതി തുടരാൻ പദ്ധതിയിടുന്നുണ്ട്. അടുത്ത ദശാബ്ദത്തിൽ തുറമുഖ ശേഷിയും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി ഗവൺമെന്റ് അതിന്റെ മാരിടൈം ഇന്ത്യ വിഷൻ 2030 പ്രകാരം ഒരു വലിയ കാമ്പെക്സ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ക്ലസ്റ്ററുകളിൽ വിതരണം ഡിമാൻഡ് പൊരുത്തക്കേടുകൾ ഉണ്ടാകും. ഇത് തുറമുഖങ്ങളുടെ മത്സരവും വില നിർണയ സമ്മർദ്ദവും വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വെബ് ഡെസ്ക് തത്തുമൈ. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.